ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾക്ക് ഭാഷയെ സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പിന്നെയും നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു തിരുവനന്തപുരം വ്ളോഗാണ്. ബിക്കോസ് അച്ഛനെ വിളിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. ഇന്ന് 2026/8/21 ഫ്രൈഡേ ആണ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുണ്ട് ഇവിടെ. ഞങ്ങൾ എൻ്റെ അനിയത്തി, ഫ്രണ്ട്, അച്ചാച്ചൻ, മാമനൊക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. ഞങ്ങളുടെ മാമനല്ല, നിയസ്വാമിനാണ് കേട്ടോ പേര്. അപ്പോൾ ഇത് ഞങ്ങളുടെ കൊട്ടാരക്കരയിലാണ് സുഹൃത്തുക്കളെ. അപ്പം കൊട്ടാരക്കരയിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. അവിടെ ഞാൻ സൗണ്ട് മാറ്റാൻ കാരണം അവിടെ മൊത്തം വണ്ടിയുടെ അരപ്പും മറ്റേതൊക്കെ ആയതുകൊണ്ടാണ് സൗണ്ട് മാറ്റാൻ കാരണം. ഈ വീഡിയോയിൽ നമ്മൾ കുറേ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതായിരിക്കും. അതെന്തൊക്കെയാണ് നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞാൽ മതി. ഞാൻ പറയുവാണെങ്കിൽ എന്തോ പറയുന്നത് അതിൻ്റെ ഇതൊക്കെ പോവുമായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കട്ട് ചെയ്ത് കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കട്ടൊക്കെ ചെയ്യാം. വെയിറ്റ് ചെയ്യും സുഹൃത്തുക്കളെ. അവിടെ എന്തൊക്കെയോ കിടപ്പുണ്ട്. KSRTC ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നമ്മുടെ എയർപോർട്ടിനോട് എത്തിയിട്ടുണ്ട്. ഓക്കെ, താണ്ടെ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയോ. കയറിക്കോ. കണ്ടോ, ഇൻ്റർനെൽ എന്നൊക്കെ എന്തൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ എയർപോർട്ട്. ഫ്രണ്ടിൽ തന്നെ എന്തൊക്കെയോ പരിപാടി അവിടെ ചെയ്യുന്നുണ്ട്. ആരൊക്കെയോ എവിടെയൊക്കെയോ. ഓക്കെ തിരിച്ചോ. ഓക്കെ ഗൈസ്, നമ്മൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഇതെന്തോ തെങ്ങല്ലല്ലോ, എന്തോ ഇത് വാഴയോ? വാഴയാന്ന് തോന്നുന്നു. ബ്യൂട്ടിഫുൾ വാഴാസ്. സുഹൃത്തുക്കളെ, നമ്മളിവിടെ സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ നിന്ന് ടിക്കറ്റ് എങ്ങാണ്ട് എടുക്കണമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അയ്യോ, ഓക്കെ ഗായ്സ്, ഇവിടെ ഫുൾ സെക്യൂരിറ്റിയാണ് കേട്ടോ. അതാണ്ട് കമ്പം കോടൊക്കെ വെച്ച് അടച്ചു വെച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ വരുമ്പോൾ എന്തുമായിരുന്നു, മറ്റേ ഇവിടെ വലിയ പാർക്കിംഗ് പോലത്തെ സ്ഥലമൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറ്റിയെന്നൊക്കെ തോന്നുന്നു. അതിലൂടെ അവിടെ എന്തൊക്കെയോ എഴുതി, സിറ്റി എന്നൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എയർപോർട്ടിനകത്തൂടെ റോഡ് പോകുന്നതെന്ന് പറയുമ്പോൾ ഇച്ചിരി അവിശ്വസനീയമാണ്. ഓക്കെ സുഹൃത്തുക്കളെ, ഇത് നമുക്ക് എന്തോ പരിപാടി ഇവിടെ, എല്ലാവരും ഗ്ലാസിൻ്റെ എന്തോ പരിപാടിയാന്ന് തോന്നുന്നു. ഓക്കെ, വണ്ടി പോട്ടെ. നമ്മുടെ സുഹൃത്തുക്കളെ പറയാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ആഗസ്റ്റ് 15-നായിരുന്നു. പക്ഷേ അന്ന് പരീക്ഷയാണ്, എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നു, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഫോർ ആൾ. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഉച്ചിയിലെത്തി. അവിടെന്തോ പച്ച സ്കൂൾ. എൻ്റെ അനിയത്തി പറഞ്ഞൊരു കോമഡി ഉണ്ട് കേട്ടോ, അത് ഞാൻ നിങ്ങളെന്ന് കേൾപ്പിക്കും സുഹൃത്തുക്കളെ. അതെനിക്ക് എടുക്കാൻ സാധിച്ചില്ല. സാറല്ല, നമുക്ക് നല്ല ബാക്കായിട്ട് എടുക്കാം. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, വൈസ് ഞാൻ വലുതായിട്ടൊന്നും ഈ കാറിലൊക്കെ സഞ്ചരിച്ചത്ര പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഛർദ്ദിച്ചും കുഴഞ്ഞൊക്കെയാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടയ്ക്ക് ക്ലിപ്സൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ട്. ഞങ്ങളുടെ അച്ഛൻ കുറേ നേരമായി ഇറങ്ങി നിന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കിവിടെയൊക്കെ നോക്കാം. കൊള്ളാം, മൊത്തം പച്ചപ്പ് പിടിച്ചതൊക്കെയാണ്. ഓക്കെ നമ്മൾ ഇവിടെ ട്രോളിയൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് കയറിക്കോ. ഗൈസ്, ഇത് ഏകദേശം 2.5 മണിക്കൂറൊക്കെ എടുത്താണ് കേട്ടോ ഇവിടെ വരുന്നത്. ട്രാവൽ ചെയ്ത് രാവിലെ 6:30 ഇറങ്ങിയതാണ്. ഞങ്ങളോട് എത്തിയത് എത്ര മണിയൊക്കെയപ്പോഴാണ്. അപ്പം ഞങ്ങൾ പോകുന്നത് പിക്കപ്പ് പോയിൻറ്റിലേക്കാണ് കേട്ടോ സുഹൃത്തുക്കളെ. പിക്കപ്പ് പോയിൻറ്റിലേക്ക്, അതായത് അച്ഛൻ ഇറങ്ങി നിൽക്കാമെന്ന് പറഞ്ഞ് നമുക്ക് അതിനോട്ട് ചെന്നെടുക്കാം. ഓക്കെ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരുമില്ല. അവിടെ ആരുമില്ല. ആരും ഇല്ലല്ലോ ഇവിടെ അങ്ങും. നമ്മളിപ്പോൾ ട്രോളി മാത്രം എടുക്കുന്നുണ്ടല്ലോ. കുറച്ചും കൂടെ ഫ്രണ്ടെടുത്ത് നോക്കട്ടെ. ഓക്കെ, നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ വെയിറ്റ്. ഓക്കെ, നമുക്കിനി ആ പാത്തിലോട്ട്, നമ്മളിപ്പോൾ കുറച്ചും വേണ്ട വെയില്ല, നോട്ട് നോക്കിക്കൊണ്ടിരിക്കാം. പിക്കപ്പ് പോയിന്റ്, പിക്കപ്പ് പോയിന്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ട്രോളികളുണ്ട്. അതും ഇടയ്ക്കൊരു നീല കളർ VIP ചെയ്യാൻ തോന്നുന്നു. കുറേ ആൾക്കാരുടെ അച്ഛനും അമ്മമാരും ഒക്കെ വന്നു. പക്ഷേ എൻ്റെ ഫാദറിനെ കാണുന്നില്ല, എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അച്ഛൻ വീട്ടിലുണ്ട് കേട്ടോ.
ഓക്കെ, ഇവിടെ നമുക്ക് ഈ പോച്ചയുടെ ഇടയിൽ കൂടെ നോക്കാം അച്ഛൻ വരുന്നുണ്ടോ എന്ന്. ഇല്ല, ഒന്നും കാണുന്നൊന്നുമില്ല. ഞങ്ങളുടെ അച്ഛൻ ഇട്ടേക്കുന്ന ഒരു മുന്തിരി കളറ് ഷർട്ടാണ്, ഒരു വയലറ്റ് കളറ്. കാണുന്നില്ലല്ലോ. ഒന്നും അറിഞ്ഞുകൂടി ഇനി അച്ഛൻ എന്തേലും വലുതായിട്ട് സാധനങ്ങൾ വല്ല മേടിച്ചോന്നു. അല്ലെങ്കിൽ ഒരു ഓക്കെ, അതുകൊണ്ട് പിക്കപ്പ് പോയിന്റ് എന്നൊക്കെ അവിടെ എഴുതി ഒരു കുന്തത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ സുഹൃത്തുക്കളെ, ഇപ്പോൾ പ്രത്യേകിച്ച് എന്ത് ഇപ്പോൾ പറയണ്ടേ? ചുവന്ന ഹെയർ ഹോസ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നു. അതെ അതെ അതെ, എയർ ഹോസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഗൈസ്, ഓണം പ്രധാനിച്ചാണ് കേട്ടോ അച്ഛൻ വന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. പ്രത്യേകിച്ച് എന്തോ ഹാപ്പി നബിദിനം. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഇനി ബാക്കിലെവിടെയും കാണുമോ ഇനി? അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അത് സംഭവിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ അച്ഛൻ, എൻ്റെ അച്ഛൻ തൊണ്ട് കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങൊരു തല ഇപ്പം ഇങ്ങോട്ട് വരും. കണ്ടോ 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 കണ്ടോ, അത് ക്ലിയർ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഗൈസ് ക്ലിയർ ആവുന്നില്ല. അടുത്തോട്ടിരട്ടെ വെയിറ്റ് ചെയ്യും. അതാണ്ട കണ്ടോ, അതിപ്പോൾ തുറന്നതാണ്ട. കണ്ടോ വരുന്നുണ്ട്. ഒരു ട്രോളി കണ്ട ഒരു മാമിൻ്റെ കൂടെ ഇരുന്ന് അതിനകത്ത് ട്രോളി തള്ളിക്കൊണ്ടിരുന്നതാണ് ഞങ്ങളുടെ അച്ഛൻ. ഓക്കെ, ഇതാണ്ട് അച്ഛൻ, ഇതാണ് ഞങ്ങളുടെ അച്ഛൻ. ഹലോ, അച്ഛൻ്റെ പേര് ഷിജു ഭാസ്കർ. ഇത് അച്ഛൻ്റെ സൂപ്പർവൈസറാണെന്നാണ് പറഞ്ഞത്. അയാളുടെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. ഓക്കെ 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 അങ്ങനെ മാമൊന്ന് കുറേ കാര്യങ്ങളൊക്കെ തിരക്കി. പിന്നെ ഞാൻ നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിലാണ് കേട്ടോ. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ അപ്പോൾ ആ കിടക്കുന്നത് നമ്മുടെ ലൈറ്റ് ഹൗസോടൊപ്പം സ്ഥലത്താണ്. വെള്ളവും ഒക്കെ ഉണ്ട്, തീയും പായും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെരുപ്പിട്ടിട്ടില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ മിസ്റ്റേക്കാണ് സുഹൃത്തുക്കളെ. ഞങ്ങളൊരു അമ്പലത്തിൽ പോയിരുന്നു. അതെനിക്കൊന്ന് ഞാൻ അവസാനം അങ്ങോട്ടാണ് എടുത്തിട്ടേക്കുന്നതെന്ന്. ഒരു അമ്പലത്തിൽ പോയിരുന്നു, അങ്ങനെ ചെരുപ്പൂരി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ മാമൻ. അമ്മ മുണ്ടെടുത്തത് അച്ചാച്ചൻ. ഞാൻ ആരുടെയും മുഖം കാണിക്കുന്നില്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കാണിക്കാം. അമ്മയെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, എനിക്കറിഞ്ഞൂടാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും കോപ്പിറൈറ്റോ തേങ്ങണ്ടിയോ മാങ്ങണ്ടിയോ എല്ലാം വന്നു കഴിഞ്ഞാൽ എനിക്ക് വയ്യ എൻ്റെ പറയാൻ കിടക്കാൻ. എനിക്കാണെങ്കിൽ അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. ഞാനൊരു പാമ്പ് പിടിച്ചൊരു ചെറുക്കനാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം പറയാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ റോഡ് 220 സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ 210 എത്തിയപ്പോഴേക്കും ഞാൻ എന്തോ പറയുന്നത്, എല്ലാവർക്കും നന്നായിട്ടുള്ള സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഈ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ എഡിറ്റിങ്ങിൻ്റെ കുഴപ്പം വല്ലതും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ ആ പടിയിലേക്ക് ബിഗ് ഫുട്ട് ഗൈസ്, താഴെ എന്തോ ഒരു സാധനം ഇരിപ്പുണ്ട്. നമുക്ക് വേഗം മേലോട്ടില്ല. എന്തോ പട്ടികൾ ഇരിക്കുന്നല്ലോ. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ ചാടി കയറി ഇതാ നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ 2 മുയലൊക്കെ നിൽപ്പുണ്ട്. ഓക്കെ സുഹൃത്തുക്കളെ, ഈ ലൈറ്റ് ഹൗസിൻ്റെ മണ്ടയിൽ കയറുന്നത് ഇനി വലിയൊരു പണിയാണേ. ഓക്കെ, അവിടെ നമുക്ക് കടൽ കാണാം കേട്ടോ. കടലും കിടക്കുക, പരന്ന് പോയി കടലൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, എന്തോ സ്വിമ്മിംഗ് പൂളാണോ? അത് സ്വിമ്മിംഗ് പൂളാന്ന് തോന്നുന്നല്ലോ ഗൈസ്. അതെ അത് സ്വിമ്മിംഗ് പൂളാന്ന് തോന്നുന്നു. അതാണ്ടേ സ്വിമ്മിംഗ് പൂൾ അല്ലല്ലോ. സ്വിമ്മിംഗ് പൂളിൽ വെള്ളം വേണ്ടേ? അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ വിഴിഞ്ഞ തുറമുഖത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സാധനം എന്തോന്ന് കമൻറ്റ് ബിലോ. കടലൊക്കെ കണ്ടോ ഗൈസ്? ഇത് കൊളോസറ്റേറ്റിനെക്കാട്ടും വലുതാണല്ലോ. കണ്ടോ, അവിടെ കുറേ ചെറിയ ഉറുമ്പിനെ പോലെയൊക്കെയാണ് കേട്ടോ ബോട്ടുകളൊക്കെ പോകുന്നത്. ഇറങ്ങണോ? വേണ്ട, ഇനി ഇറങ്ങിയതൊക്കെ തന്നെ കയറാൻ പാടാം. ഓക്കെ, എൻ്റെ എങ്ങനെ കട്ടി സൂപ്പർ തന്നെ. ഇതിന് എനിക്കറിയാൻ സാധിച്ചത് ഈ 2-3 വർഷത്തെ പഴക്കമൊക്കെ ഉണ്ടെന്നാണ്. പക്ഷേ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നില്ല. ഇപ്പോഴും കണ്ട് ഉണ്ടാക്കിയതുപോലൊക്കെ ഇരിപ്പുണ്ട്.
ഓക്കെ സുഹൃത്തുക്കളെ, ഓക്കെ ഓക്കെ കയറി നമ്മളങ്ങനെ നമ്മുടെ ഈ ജേണിയിലേക്ക്, അതായത് അതിനകത്തോട്ടേക്ക് കയറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അതിനകത്തോട്ട് വെട്ടം വെളിച്ചമൊന്നുമില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് ദയവായി എല്ലാവരും ക്ഷമിക്കുക. കണ്ടോ ഗൈസ്, ഭയങ്കര കാറ്റാണ് ഇവിടെ. ഒടുക്കത്തെ കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ്. ഞാൻ ഇട്ടേക്കുന്ന റാക്കി പാൻറ്റ് ഒരു ഊരിപ്പോകുന്ന കാറ്റ്. അപ്പോൾ ഗൈസ് അകത്തോട്ട് ഇരുട്ടാണെന്ന് തോന്നുന്നു. അകത്ത് ഭയങ്കര ഇരുട്ടായിരുന്നു. ഇരുട്ടല്ല, വലുതായിട്ട് ഇരുട്ടൊന്നുമില്ല, കണ്ടാൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ക്യാമറയിൽ പകർത്തുമ്പോൾ കുറച്ച് പരിശ്രമത്തിന് ശേഷം നമ്മൾ ഇനി മുകളിലെത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് വിഴിഞ്ഞം തുറമുഖം. ഇന്ന് രാവിലത്തെ പത്രത്തിൽ നമ്മൾ കണ്ടായിരുന്നു, എത്രയോ കോടി മുടക്കിയൊക്കെ ഇതിന് വികസനമൊക്കെ ചെയ്ത് നമ്മുടെ കേരള സർക്കാർ എന്നൊക്കെ. അറിഞ്ഞുകൂടാ, ഉള്ളതാണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ ഗൈസ്. എൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങളാരും വിശ്വസിക്കരുത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടായിരുന്നു ഗൈസ്. എങ്ങനെയാലും ഇവിടെ ചെറിയ തിരക്കൊക്കെ ഉണ്ട്, എന്നാലും വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഞാൻ വന്ന വഴി കാണിക്കാതിരിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുവഴി കയറാനും എടുക്കാനും ഒക്കെ ഭയങ്കര പാടായിരുന്നു. ഓക്കെ, ഭയങ്കര പാടെന്ന് വെച്ചാൽ എന്ത് പറയുന്നു, മറ്റേ ഏണിയും അതും ഇതുമൊക്കെ ആയിരുന്നു അവിടെ. ഇത് അതിനകത്തോടെ കയറാനൊക്കെ പാടായിരുന്നു. ഓക്കെ ഗൈസ്, ഫോൺ കൊടുക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അനിയത്തി മറ്റേ ഏണിയിലൂടെ വലിഞ്ഞു പിടിച്ച് കയറാഞ്ഞ് വയ്യെന്നൊക്കെ പറഞ്ഞ് കഴിച്ചതും മേടിച്ചിട്ട് ഇടിയൊക്കെ ആയിരുന്നു. പാറ കണ്ടോ, താഴെ മൊത്തം പാറ. ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ ഒരു ലക്ഷ്യമില്ലാത്ത കാറ്റാട്ടോ ഇവിടെ. ഇപ്പോൾ കൂടുതൽ പൊക്കമുള്ളിടത്താന്ന് തോന്നുന്നു. കടലിൽ എന്തൊക്കെയോ മഞ്ഞ് അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു ഗൈസ്. അതൊന്നും മറ്റേ കായലിൻ്റെ വെള്ളം കണക്ക് കിടപ്പുണ്ട്. ഓക്കെ ഗൈസ്, ഇത്രയുള്ള കടൽ നോക്ക് ഗൈസ്, വ്യത്യാസം. ഇത്രയും കടൽ നമുക്ക് അങ്ങ് വരെ കിടക്കും കടൽ. ഇത് കണ്ടേ, ഇത്രയും നമ്മളിവിടുത്തെ സ്ഥലവും. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ഈ അമ്പലമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആദ്യമായിട്ടൊന്നും ഇവിടെ വരുന്നത്. നമ്മൾ ഒരു വട്ടം എങ്ങാണ്ട് ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഈ അമ്പലത്തിൻ്റെ പേരാണ് ശക്രശിവ ക്ഷേത്രം. മറ്റേ തമിഴ്നാടല്ല, തമിഴ്നാടുമല്ല, എന്നാൽ ഫുൾ തിരുവനന്തപുരം അല്ല, അങ്ങനെ ഒരു ബോർഡർ പോലത്തെ സ്ഥലത്താണ് കേട്ടോ. അച്ഛനും ഉണ്ട്. അച്ഛനെ പരിചയപ്പെടുത്താൻ പറയുകയാണ്. അച്ഛൻ്റെ പേര് ഷിജു ഭാസ്കർ എന്നാണ്. ഓക്കെ സുഹൃത്തുക്കളെ, ഇപ്പം തന്നെ അനിയത്തി ബാഗും കുടയൊക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, എനിക്ക് ആർക്കും ഇതിനകത്ത് വീഡിയോ എടുക്കാനൊക്കെ പറ്റുമെന്ന്. അവർ മിക്കവാറും അതിനകത്തുള്ള വീഡിയോ എടുക്കുന്ന രജിസ്റ്റർ ചെയ്തെന്ന് തോന്നുന്നു. എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം അവിടുത്തെ കാറ്റും ഒക്കെ ഇടിച്ച് ഒക്കെ ഇരിക്കുന്നതുകൊണ്ടാണ്. ചെരുപ്പൂരി വെക്കണോ, ചെരുപ്പൊക്കെ ഊരി വെക്കണം. ചെരുപ്പ് ഞാൻ ഊരി വണ്ടിയിലിട്ടായിരുന്നു കണ്ടോ. ഓക്കെ ഗൈസ്, അപ്പം പോവാം. എനിക്കൊരു എടുക്കാൻ സമയത്തേക്കാൾ കഴിഞ്ഞ വട്ടം അതിനകത്ത് പോയപ്പോൾ അവർ വീഡിയോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ രാവിലെ വരെയുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചും കൂടെ ക്ലിയറായിട്ട് കാണുക. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ വളരെ ക്ലിയറായിട്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ജസ്റ്റ് നമ്മൾ ആ ശിവലിംഗം മാത്രം കണ്ടിട്ട് അങ്ങ് തിരിച്ചങ്ങ് വന്നു. അങ്ങനെ സുഹൃത്തുക്കളെ, ഞങ്ങൾ കുറേ നേരത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മളവിടെ എത്തിയായിരുന്നു. ഞാൻ കണ്ടിന്യൂവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് വേറെ ദിവസം, തുടങ്ങിയത് വേറെ ദിവസം. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്കൽ ശിവക്ഷേത്രം എന്നൊക്കെയാണ്. അതിൻ്റെ അകത്ത് എനിക്കൊരു വീഡിയോ പിടിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. ഇവിടെ ഞങ്ങൾ എന്തൊക്കെയോ സാധനം മേടിക്കാൻ വന്നായിരുന്നു. അവിടെ മാലയും വളയും എല്ലാം കിടപ്പുണ്ട്. അവിടെ വലിയൊരു ആർച്ച് പോലെ എന്തൊക്കെയോ സംഭവമുണ്ട്. കയ്യിലിരുന്ന സാധനം ഇവിടെയൊക്കെ ഭയങ്കര വിലയാണ്. തൊടുന്നതിനും പിടിച്ചതിനും ഒക്കെ വിലയാണ്, അല്ലേ അച്ഛാ? അതുകൊണ്ട് ഇവിടെ കുറേ മറ്റേ ചെറിയ ശിവൻ്റെ പ്രതിമകളൊക്കെ ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോയുടെ അവസാനം ഈ അമ്പലത്തിനകത്ത് ഞങ്ങൾ മറ്റേ ശിവലിംഗത്തിനുള്ളിലൊക്കെ കയറിയായിരുന്നു കേട്ടോ. അതിനകത്തൊന്ന് വീഡിയോ അവർ എടുക്കാൻ സമ്മതിച്ചില്ല. അമ്പലത്തിലൂടെ കയറി കഴിഞ്ഞാൽ അപ്പോഴേ അവർ ഫോണ് മേടിച്ച് ഏതോ ഒരു പെട്ടിക്കാൻ തരുള്ളൂ. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴേ തിരുത്തുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഇനി അകത്തോട്ട് പോകാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിപ്പോൾ അകത്തോട്ട് പോകാം. ഗൈസ്, കണ്ടിന്യൂസ് ഇല്ലാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഒരു ഫോൺ മേടിച്ച് വെച്ചുകൊണ്ട് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. പോകുന്ന വഴിക്ക് നമ്മളൊരു കടയിലെത്തി. കടയുടെ പേരെന്താ? എവിടെ ഇത്?
ഓക്കെ, അങ്ങനെ സ്ഥലത്തിരുന്നോണ്ട് ആ ഗ്ലാസ് ഒന്ന് കാണിച്ചേ അമ്മച്ചി, പൊക്കി കാണിച്ചേ. ആണ്ടേ ഇത്രയുള്ള ഗ്ലാസ്സിൽ നിറച്ച് എന്ത് വേണമെങ്കിലും ഒരു തരും. ജ്യൂസിൻ്റെ സാധനമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, എന്താണ് വീഡിയോ ഇത്രയുള്ളൂ. ബൈ, ഇറ്റ്സ് മീ ശ്രാവൺ.